ഹരേ കൃഷ്ണ. ഇന്ന് തന്നെ നമ്മൾ ഒരു വീഡിയോ ഉച്ചയ്ക്കിട്ടിരുന്നു ആരണ്യകാണ്ഡത്തിലെ. അതായത് ശൂർപ്പണഖയുടെ വാക്ക് കേട്ട് സഹോദരന്മാരുടെ മരണം സംഭവിച്ചു രാമൻ്റെ കയ്യാൽ. നമ്മൾ ഇന്ന് തന്നെയാണ് ആ വീഡിയോ ഇട്ടത്. കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, അത് കേട്ടിട്ട് വേണം ഈ ഭാഗം കേൾക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കേട്ടതിന് ശേഷം ആ ഭാഗം നിർബന്ധമായും കേൾക്കണം. കാരണം 1, 2, 3 വീഡിയോകൾ നമ്മൾ ഇടുന്നത് കർക്കിടക മാസം തീരുമ്പോഴേക്കും ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ രാമൻ്റെ കയ്യാൽ ശൂർപ്പണഖയുടെ 2 സഹോദരന്മാരുടെയും മരണം ഉണ്ടായി. അതിനുശേഷം രാമൻ്റെ യുദ്ധവിജയം കണ്ട് സംശയാകുലയായ ശൂർപ്പണഖ അതീവ ദുഃഖത്തോടു കൂടി ലങ്കയിലേക്ക് പോയി. മൂക്കും കാതും മുലയുമൊക്കെ മുറിഞ്ഞ് ഭീഭത്സരൂപം കാണുന്നവരൊക്കെ ഭയന്നു. തനിക്കുണ്ടായ ആപത്തും ഖരദൂഷണന്മാരുടെ മരണവൃത്താന്തവും രാവണനോട് പറയണം. ശൂർപ്പണഖ രാവണൻ്റെ അടുത്തേക്ക് ചെന്നു. രാക്ഷസ ഭൂപതി സഭ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേവസഭയിൽ ഇന്ദ്രൻ എന്ന വണ്ണം മന്ത്രിമാരുടെ മധ്യത്തിലിരിക്കുമ്പോഴാണ് ശൂർപ്പണഖ ചെന്ന് കണ്ടത്. മൂക്കും കാതും മുലയും മുറിഞ്ഞ ആ രൂപം സഭാമധ്യത്തിൽ കണ്ടപ്പോൾ രാവണന് കടുത്ത ദുഃഖം തോന്നി. രാജൻ രാവും പകലും ശൃംഗാര കൗതുകത്തോടെ കഴിയുകയല്ലേ? രാക്ഷസന്മാരെ വധിക്കാൻ രാമൻ വന്നിരിക്കുന്നു. ദണ്ഡകാരുണ്യത്തിലുള്ള രാക്ഷസന്മാരെ കൊന്നുകഴിഞ്ഞു. ഭാര്യയല്ലാതെ ആരും കൂടെയില്ല. കുതിരയും ആനയും ഒന്നുമില്ല. കൂട്ടിന് സീത മാത്രം. ഒറ്റയ്ക്ക് എത്രയെത്ര രാക്ഷസന്മാരെയാണ് രാമൻ കൊന്നത്? ശൂർപ്പണഖയുടെ വിവരണം കേട്ട് രാവണൻ ചോദിച്ചു, എത്ര സൈന്യങ്ങളുണ്ട്? അവൻ്റെ വേഷം എങ്ങനെ? കൊടുങ്കാട്ടിൽ വന്നതെന്തിന്? ആരുടെ പുത്രനാണ്? പ്രഭാവം എങ്ങനെ? ചാപവും അസ്ത്രവും എങ്ങനെ? ഉടനെ ശൂർപ്പണഖ പറഞ്ഞു, ദശരഥപുത്രനാണ്. അച്ഛൻ്റെ സത്യം പാലിക്കാനായി വനങ്ങളിൽ അലയുന്നു. താപസിയുടെ വേഷമാണ്, പക്ഷേ തപസ്സിയല്ല. ഒരു പരമസുന്ദരിയെയും കൊണ്ടാണ് നടക്കുന്നത്. 14,000 രാക്ഷസന്മാർ വനത്തിലുണ്ടായിരുന്നു. രാമൻ ഒറ്റയ്ക്ക് എല്ലാവരെയും വധിച്ചു. രാമൻ്റെ അനുജൻ ലക്ഷ്മണൻ കൂടെയുണ്ട്. യുദ്ധത്തിൽ ആരും നേരെ നിൽക്കില്ല, അത്ര പരാക്രമി. രാമൻ്റെ പത്നി മഹാലക്ഷ്മി തന്നെ. ത്രൈലോക്യമോഹിനി, നാരീരത്നം, ഉർവശി, മേനക, രംഭ ഇവരെയൊക്കെ തോൽപ്പിക്കുന്ന സീതയുടെ സൗന്ദര്യം. രൂപഭംഗി കൊണ്ട് അവൾ നിങ്ങൾക്ക് മാത്രമേ ഇണങ്ങുകയുള്ളൂ. രാമനെയും ലക്ഷ്മണനെയും ഒഴിവാക്കി ആ സ്ത്രീരത്നത്തെ കൊണ്ട് ഉടനെ പോരുക. രാക്ഷസകുലത്തെ അവൻ ദുഃഖിപ്പിച്ചതുപോലെ സീതാവിരഹത്താൽ അവനെയും ദുഃഖിപ്പിക്കണം. ശൂർപ്പണഖ പറയുന്നതൊക്കെ രാജാവ് കേട്ടു. സുന്ദരിയായ സീതയുടെ കാര്യം വീണ്ടും വീണ്ടും മനസ്സിൽ ഓർത്തു. വിധാതാവിൻ്റെ മായകൾ മനുഷ്യൻ അറിയാൻ കഴിയുകയില്ല. ശൂർപ്പണഖയുടെ രോദനം രാവണവധത്തിന് വഴി തെളിച്ചു. രാവണൻ അന്തഃപുരത്തിൽ നിന്ന് പുറത്തു വന്നു. ഇംഗിതം മനസ്സിലാക്കിയ സാരഥി വിചിത്രമായ പുഷ്പകരഥം കൊണ്ടുവന്നു. സമീരണൻ തന്നെയാണ് ആ രഥത്തിൻ്റെ സാരഥി. മുത്തും മാണിക്യവും പതിച്ച രഥം നിർമ്മിച്ചിരിക്കുന്നത് അത്രയും സ്വർണം കൊണ്ടാണ്. ഭാവനയിൽ പോലും കാണാൻ കഴിയാത്തത്ര മനോഹാരിത. രാവണൻ 8 കുതിരകളെ കെട്ടിയ രഥത്തിൽ കയറി. മിന്നൽ പോലെ വേഗത്തിൽ രഥം സഞ്ചരിച്ചു. വിവിധ ദേശങ്ങളും നദികളും അരുവികളും സമുദ്രവും കാനനവും കടന്നു. അനവധി യോജന ദൂരം താണ്ടി ഒരു ആൽമരച്ചുവട്ടിൽ എത്തി. 100 യോജന പരപ്പിൽ വളരുന്ന ആലിൻ്റെ ശാഖ 80 യോജന, ചുവട് 70 യോജന. ശാഖകൾ കൊടുമുടികൾ പോലെ ഉയർന്നു നിന്നു. നൃത്തം ചെയ്തുകൊണ്ട് സൂര്യ തേജസ് ഭൂമിയിലെത്തിക്കുന്നു. മുനിമാർ അവിടെ തപസ് ചെയ്യുന്നു. ലങ്കേശ്വരൻ
തേരിൽ കയറി വന്നത് ആ ആൽമര ചുവട്ടിലേക്കാണ്. രാവണൻ മാരീചനെ കാണാനാണ് വന്നിരിക്കുന്നത്. രഥത്തിൽ നിന്നിറങ്ങിയ രാവണനെ കണ്ടു. ഗരുഡനെ കണ്ട സർപ്പത്തിനെ പോലെ മാരീചൻ ഭയന്നു. യമനെ കണ്ട മനുഷ്യനെ പോലെയായിരുന്നു മാരീചൻ്റെ അവസ്ഥ. രാവണൻ മാരീചനോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രധാന മിത്രം നീയാണ്. ലങ്കയിൽ ഇതുപോലൊരു ബന്ധു എനിക്കില്ല. 10,000 ആനയുടെ കരുത്തുള്ള ശരീരം. ദേവന്മാരും ഗന്ധർവന്മാരും നിന്നെ ഭയപ്പെടുന്നു. ഞാൻ വളരെ വലിയ ദുഃഖത്തോടെ നിന്നെ ആശ്രയിക്കാൻ വന്നിരിക്കുകയാണ്. കടൽ കടന്ന് ഈ വനത്തിലെത്തിയിരിക്കുന്നു. ഈ ദണ്ഡകാരണ്യത്തിലുണ്ടായിരുന്ന നിശാചരന്മാരെയെല്ലാം രാമൻ ഒറ്റയ്ക്ക് സംഹരിച്ചിരിക്കുന്നു. ത്രിശിരസു, ദൂഷണൻ, ഖരൻ തുടങ്ങിയ സഹോദരന്മാരെല്ലാവരും മരിച്ചു. ഇനി ആരുമില്ല. കഷ്ടം. നിനക്കും എനിക്കും അത്യന്തം ലജ്ജാവഹം. ഞാനും നീയും ഉള്ളപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. സഹോദരി, ശൂർപ്പണഖയുടെ കാര്യവും കഷ്ടം തന്നെ. ആ മനുഷ്യകീടം നമ്മെ അപമാനിച്ചു. മാരീചനും രാവണനും രാവണപുത്രൻ മേഘനാഥനും ജീവിച്ചിരിക്കെയാണ് നിസ്സാരനായ രാമൻ ഇത്ര വലിയ ആപത്ത് ചെയ്തത്. ഇതിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ എന്താണ് ഫലം? അതിന് താങ്കളുടെ സഹായം തേടിയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അവൻ്റെ കൂടെ പരമസുന്ദരിയായൊരു നാരിയുണ്ട്. അവളെ അപഹരിക്കുവാൻ നിന്റെ സഹായം ആവശ്യമാണ്. ഇത് കേട്ട് ഭയപ്പാടകറ്റി മാരീചൻ പറഞ്ഞു, ഹായ്, മഹാകഷ്ടം. നിന്റെ ഈ ആലോചന വിഡ്ഢിത്തമാണ്. ആരാണ് നിനക്കിപ്പോൾ ഈ ദുർബുദ്ധി ഉപദേശിച്ചു തന്നത്? രാമന് ജീവനേക്കാൾ പ്രിയപ്പെട്ട ജാനകിയെ അപഹരിച്ചാൽ ലങ്കാപുരി പിന്നെ വെച്ചേക്കുമോ? രാമനോട് എതിർത്താൽ യമപുരിയിലെത്തും. ശ്രീരാമൻ്റെ അടുത്ത് നിന്റെ സാമർഥ്യമൊന്നും ഫലിക്കില്ല. കുംഭകർണനും വിഭീഷണനും രാവണപുത്രന്മാരും മരിക്കും. എല്ലാം നശിക്കും. അതുല്യമായ മഹിമയുള്ള ലങ്കാപുരി നശിപ്പിക്കരുത്. കാലു പിടിച്ചപേക്ഷിക്കാം. മനസ്സിൽ ക്ഷമയുണ്ടാകണം. ലങ്കാനാഥ, ലങ്കയെ രക്ഷിക്കണം. സീതയെ കൊണ്ടുവന്നാൽ വലിയ കലഹമുണ്ടാകും. എല്ലാവർക്കും മഹാവിപത്തുണ്ടാകും. ചീത്ത മന്ത്രിയുടെ ഉപദേശത്താൽ രാജ്യലക്ഷ്മി രാജാവിനെ ഉപേക്ഷിക്കും. നല്ല മന്ത്രിയുടെ വചനത്താൽ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കും. ഈ വിധം പറഞ്ഞ് മാരീചൻ രാവണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. രാവണൻ പറഞ്ഞു, മാരീച, നീ ഒരു മാനാകണം. രാമനെ അകറ്റിയിട്ട് സീതയെ ഞാൻ അപഹരിക്കാം. ഉടനെ മാരീചൻ പറഞ്ഞു, ഞാൻ മാനായിട്ട് അങ്ങോട്ട് ചെല്ലാം. ആദ്യം എൻ്റെ മരണം, പിന്നെ നിന്റെ ഭരണം. കാര്യസിദ്ധി ഉണ്ടാകില്ല. മരണത്തിൽ ചെന്ന് വീഴും. രാമനോട് ഒരപരാധവും ചെയ്യരുത്. സംഭവങ്ങളുടെ പരിണാമം വിഭീഷണൻ അറിയാം. ധാർമ്മികനായ വിഭീഷണനോട് ചോദിക്കൂ. ബുദ്ധിമതിയും പണ്ഡിതയുമായ ത്രിജടയുമുണ്ട്. സീതയെ കൊണ്ടുവരാൻ അവർ പറഞ്ഞാൽ കൊണ്ടുപോയിക്കൊള്ളുക. ശ്രീരാമൻ മനുഷ്യനല്ല, നാരായണൻ തന്നെ. മറ്റാർക്കും ഇത്ര പരാക്രമമില്ല. ശൂർപ്പണഖയുടെ അവസ്ഥ മനസ്സിൽ കൊണ്ട് നടക്കരുത്. രാക്ഷസന്മാർ നിരവധി മരിച്ചു എന്നതും ആലോചിക്കണം. ത്രിശിരസ്, ഖരനും ദൂഷണനും മരിച്ചു എന്നതിൽ ദുഃഖിക്കരുത്. നീ ജീവിച്ചിരുന്നാൽ നിനക്ക് സുഖങ്ങൾ അനുഭവിക്കാം. 10,000 രാക്ഷസന്മാർ മരിച്ച അതേപോലെ വംശം മുഴുവൻ നശിക്കും. നിന്റെ വിക്രമം എനിക്കറിയാം ലങ്കേശ്വര. നീയും രാമനും തമ്മിൽ വലിയ അന്തരമുണ്ട്. നീ നിന്റെ വിക്രമം സ്വയം പുകഴ്ത്തിക്കൊണ്ടിരുന്നു. നിന്നെപ്പോലെ ലക്ഷം ആളുകളെ ജയിക്കുന്നവനാണ് രഘുവീരൻ. ഞാൻ ഭാര്യയെയും പുത്രന്മാരെയും സുവർണമയ്യായ ലങ്കാപുരിയും ഉപേക്ഷിച്ചിട്ട് തപസ്വിയായി. എങ്കിലും ശ്രീരാമനെ ഭയമുണ്ട്. ശ്രീരാമൻ്റെ പക്കൽ നിന്നും മരണം സംഭവിക്കാതെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഞാൻ പറയുന്നതനുസരിക്കൂ. സീതയെക്കുറിച്ചുള്ള അത്യാഗ്രഹം വെടിഞ്ഞു പോകൂ. മാരീചൻ ഈ വിധം പറഞ്ഞു. പക്ഷേ എത്ര പറഞ്ഞിട്ടും രാവണന് കോപം കൂടി വന്നതേ ഉള്ളൂ. മാരീചൻ പലതും പറഞ്ഞ് രാവണനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ രാവണൻ ഒന്നിനും വഴങ്ങുന്നില്ല. ആ സമയം മാരീചൻ ഓർത്തു, ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് മരിച്ചാൽ ഞാൻ നരകത്തിൽ പതിക്കും. രാവണനെ അനുസരിച്ചില്ലെങ്കിൽ തീർച്ചയായും രാവണൻ എന്നെ കൊല്ലും. എന്നാൽ അനുസരിച്ചാലോ നാരായണൻ്റെ കൈകൊണ്ട് മരിക്കാം.
ജഗന്നാഥൻ്റെ കൈകൊണ്ട് മരിച്ചാൽ മോക്ഷമെങ്കിലും കിട്ടും. ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് മരിച്ചാലോ നരകമായിരിക്കും ഫലം. ഈ വിധം ചിന്തിച്ച് മാരീചൻ ലങ്കേശ്വരനെ അനുസരിക്കാൻ തീരുമാനിച്ചു. രാവണൻ മാരീചനുമൊത്ത് ആകാശത്തിലേക്ക് ഉയർന്നു. രണ്ടുപേരും ദണ്ഡകാരണ്യത്തിൽ ചെന്നിറങ്ങി. മാരീചൻ്റെ കൈ പിടിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, നീ മൃഗരൂപം ധരിക്ക്, കാണാൻ സുന്ദരമായിരിക്കും. മാരീചൻ വിചിത്ര വർണ്ണങ്ങളോടു കൂടിയ ദേഹത്തോടു കൂടിയുള്ള ഒരു മാനായി തീർന്നു. വെണ്ണനെയ്യു പോലെ മൃദുവായ മെയ്യ്, വെള്ള നിറത്തിലുള്ള നല്ല കുളമ്പുകൾ, മുത്തും പവിഴവും പോലെ അഴകേറിയ 2 കൊമ്പുകൾ, ചന്ദ്രബിംബം പോലെ കഴുത്തിൽ ഒരു സ്വർണവളയം, 3 ലോകങ്ങളിലും പ്രശസ്തി പെറ്റ സ്വർണമൃഗം, ചുണ്ടുകൾ സൂര്യബിംബം പോലെ, ഇടയ്ക്കിടയ്ക്ക് ചുവപ്പിനിടെ കറുത്ത പുള്ളികൾ, നാവ് വളഞ്ഞ് പുറത്ത് കാണുമ്പോൾ മിന്നലിൻ്റെ നാമ്പ് പോലെ, മുത്തിൻ്റെ കിരണങ്ങൾ പോലെയുള്ള രോമാവലി, കണ്ണുകൾ ചെറിയ സ്വർണ്ണക്കിണ്ണം പോലെ. ഇങ്ങനെ അതിസുന്ദരനായ ഒരു മായാമൃഗരൂപം. ഇത് കണ്ട് രാവണൻ ചിരിച്ചു. രാവണൻ കാട്ടിൽ ഒളിച്ചിരുന്നു. രത്നകാന്തി വിതറിക്കൊണ്ട് മായാമൃഗം ഓടിക്കളിച്ചു. ഇടയ്ക്കിടയ്ക്ക് കഴുത്തു വളച്ച് സ്വന്തം മേനി നോക്കിക്കൊണ്ട് തുള്ളിക്കളിച്ചു രാമൻ്റെ അടുത്തെത്തി. രാമനും സീതയും ഒന്നിച്ചിരിക്കുകയായിരുന്നു. മാൻ അവിടെ ചെന്നു നിന്നു. രാക്ഷസവംശത്തിൻ്റെ വിനാശത്തിനായി സീതയെ ആപത്തിൻ്റെ കടലിലേക്ക് എടുത്തെറിയാനായി, ദേവന്മാരെ വിപത്തുകളിൽ നിന്നും രക്ഷിക്കാനായി വിധാതാവ് ഇപ്രകാരം ഒരു മാനിനെ സൃഷ്ടിക്കുകയായിരുന്നു. ഹരേ കൃഷ്ണ. ശ്രീരാമനും സീതയും മധുരവചനങ്ങൾ പറഞ്ഞു. അനുവദിക്കുകയാണെങ്കിൽ ആ മൃഗത്തെ പിടിച്ച് എനിക്ക് തരണം, എനിക്ക് അത്രമാത്രം ഇഷ്ടമായി. രാമൻ സീതയുടെ വാക്കുകേട്ട് ലക്ഷ്മണനെ വിളിച്ചു. അത്ഭുത രൂപമായ മാനിനെ കണ്ടോ? അപൂർവ സുന്ദരമായ ഈ രൂപം ആരുടെ സൃഷ്ടിയായിരിക്കും? ഇരുവശത്തും ചന്ദ്രമണ്ഡലം തിളങ്ങുന്നത് പോലെ ശരീരത്തിലെ രോമാവലി, ധവളമണ്ഡലം പോലെ നാവ്, അഗ്നി പോലെ നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകൾ, കൊമ്പിന് പവിഴത്തിൻ്റെ നിറം, മനോഹരമായ ചെവികൾ ശരീരത്തെ കൂടുതൽ സുന്ദരമാക്കിയിരിക്കുന്നു. ജാനകി ഈ മാനിനെ പിടിച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. ലക്ഷ്മണൻ മാനിൻ്റെ രൂപം നിരീക്ഷിച്ചിട്ട് ജ്യേഷ്ഠനോട് ചില വചനങ്ങൾ പറഞ്ഞു. മായാവി മാരീചനെ പറ്റി മുനിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങയെ ആകർഷിക്കാൻ മായാരൂപം കാണിക്കുന്നതാവാം. എല്ലാവരുടെയും മനസ്സ് ആദ്യം രൂപത്തിലാണ് ഭ്രമിക്കുന്നത്. വനത്തിൽ ചെന്നാൽ രക്തവും മാംസവും അവൻ തിന്നും. ഈ മായാവി പല മായാരൂപങ്ങളും എടുക്കും. ഇത് തീർച്ചയായും രാക്ഷസന്മാരാണ്, അല്ലാതെ ഇത്ര അഴകുള്ള ഒരു മാനിനെ ഇവിടെ ഇതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. അതിനാൽ ഉറപ്പായി പറയാം, ഇത് മാരീചൻ്റെ മായാരൂപമാണ്. ലക്ഷ്മണൻ അത്രമാത്രം ബുദ്ധിമാനാണ്, പറയുന്നത് അതുപോലെ സംഭവിക്കും. രാമൻ ചോദിച്ചു, മാരീചൻ എന്തിനാണ് വന്നതെന്നു കൂടി പറയൂ. മാരീചനാണെങ്കിൽ ബ്രാഹ്മണരെ കൊല്ലുന്ന ആ പാപിയെ അഗസ്ത്യൻ വാതാപിയെ വധിച്ചതുപോലെ കൊന്നേക്കാം. മറ്റു പല രാക്ഷസന്മാരുമാണെങ്കിൽ അവനെ വധിച്ച് തപോവനത്തെ ദുഷ്ടന്മാരില്ലാത്തതാക്കി തീർത്തേക്കാം. രാക്ഷസനല്ല മാൻ തന്നെയാണെങ്കിൽ രത്നമൃഗത്തെ പിടിച്ച് ദേവിക്ക് കൊടുക്കാം. അപ്പോൾ ദേവിയുടെ പ്രീതി ലഭിക്കും. ഈ വിധം പറഞ്ഞ് രാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു. എപ്പോൾ എന്ത് സംഭവിച്ചാലും അത് വിധിയുടെ നിശ്ചയമാണ്. സീതാദേവിക്ക് ദുഃഖമുണ്ടായത് അക്കാരണത്താലാണ്. ലക്ഷ്മണനെ കാവലേൽപ്പിച്ചിട്ട് വില്ലും ശരവും കയ്യിലെടുത്ത് തയ്യാറായി. ശ്രീരാമൻ മാനിനെ കൊല്ലാനായി പുറപ്പെട്ടു. ശ്രീരാമനെ കണ്ട് മാരീചൻ വിചാരിച്ചു, എന്നെ രാവണനോ രാമനോ ഇന്ന് വധിക്കും. എനിക്കിന്ന് മരണം വിധിച്ചിട്ടുണ്ട്. രാമൻ്റെ കൈകൊണ്ട് മരിക്കുന്നതാണ് നല്ലത്, അത് മംഗളമാകും. രാവണൻ്റെ കൈകൊണ്ടുള്ള മൃത്യു കേവലം നരകമായിരിക്കും. മാരീചൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പുറകോട്ടു നിൽക്കും.
തിരിഞ്ഞു നോക്കും, വേഗം നീങ്ങും, ഇത്തിരി നേരം നോക്കി നിൽക്കും, ഞൊടിയിടയ്ക്കുള്ളിൽ ദൂരെ എത്തും, പലമാതിരി മായ കാണിച്ച് സഞ്ചരിച്ച് ഒരു ക്ഷണം അടുത്ത്, അടുത്ത ക്ഷണം ദൂരെ. ശ്രീരാമൻ അടുത്തെത്തിയാൽ ദൂരേക്കോടും. അമ്പെയ്താൽ മാൻ മരിക്കുമല്ലോ എന്നോർത്ത് എയ്തില്ല. അടുത്തെത്തിയാൽ രണ്ട് ചെവിയിലും പിടിച്ചു നിർത്താമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാമന് മനസ്സിലായി, ഇത് മാനല്ല, അസുരനാണ്. രാമൻ ഭൗമാസ്ത്രം തൊടുത്തു. മാരീചന്റെ മാറിൽ അമ്പ് തറച്ചു. വജ്രായുധം പോലെയുള്ള അമ്പേറ്റ് മാരീചൻ അലറി വിളിച്ചു ഭൂമിയിൽ വീണു. ആ സമയത്ത് മാരീചൻ രാവണന് ഉപകാരം ചെയ്തു. രാമൻ വിളിക്കുന്നത് പോലെ, ലക്ഷ്മണ വേഗം വരൂ, രക്ഷിക്കൂ, രാക്ഷസന്മാരോട് ഏറ്റുമുട്ടി എൻ്റെ പ്രാണൻ പോകുന്നു. ഇങ്ങനെ ഉറക്കെ വിളിച്ചു കരഞ്ഞു. ഇങ്ങനെ കരഞ്ഞാൽ ലക്ഷ്മണൻ വരും എന്ന് വിചാരിച്ചു. ലക്ഷ്മണ ലക്ഷ്മണ എന്ന് ഉറക്കെ വിളിച്ചു. മാരീചന്റെ മാറിൽ നിന്നും അസ്ത്രം ഊരിയെടുത്ത് രാമൻ പെട്ടെന്ന് തന്നെ സീതയുടെ അടുത്തേക്ക് തിരിച്ചു പോന്നു. ദൂരെ നിന്ന് രാക്ഷസൻ ഇപ്രകാരം രാമന്റെ ശബ്ദം കേൾപ്പിച്ചു. ഈ രോദനം സീതാദേവി കേട്ടു. ലക്ഷ്മണനോട് പറഞ്ഞു, വേഗം ചെല്ലൂ അനുജ, രാമൻ ആർത്തനാദത്തിൽ നിന്നെ വിളിക്കുന്നു. രാക്ഷസന്മാർ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണോ എന്ന് നോക്ക്. ലക്ഷ്മണൻ ദേവിയെ സമാധാനിപ്പിച്ചു. ശ്രീരാമന് ഒരു അപകടവും പറ്റില്ല. മാനിനെ വധിച്ചിട്ട് ഇവിടെ വരും, ഒട്ടും സംശയിക്കണ്ട. ശ്രീരാമൻ്റെ മുഖത്തു നിന്നും ഇങ്ങനെയൊരു ശബ്ദം പുറപ്പെടുകയില്ല. ഏട്ടത്തിയമ്മ, ഇത്ര വ്യസനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. രാമനെ ആർക്കാണ് വധിക്കാൻ കഴിയുക? ചാപഭഞ്ജന കഥ അറിയില്ലേ? രാമൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. പ്രാണൻ പോയാലും രാമൻ ഈ രീതിയിൽ വിലപിക്കുകയില്ല. ഞാനിവിടെ ആരെ നിർത്തിയിട്ട് പോകും? ശൂന്യമായ ഗൃഹത്തിൽ ഏട്ടത്തിയമ്മ ഇരിക്കുന്നത് ഉചിതമല്ല. ലക്ഷ്മണന്റെ ഉപദേശം മാനിക്കാതെ സീതാദേവി തലയിൽ തല്ലിക്കൊണ്ട് അലമുറയിട്ടു. അച്ഛൻ്റെ രണ്ടാം ഭാര്യയിലെ മകൻ ഒരിക്കലും സ്വന്തമാവുകയില്ല. ലക്ഷ്മണ, നിന്റെ മനസ്സ് എന്നെ കൊതിക്കുകയാണോ? ഭരതൻ രാജ്യം തട്ടിയെടുത്തു, നീ ഭാര്യയെയും. നീ ഭരതനുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. തക്കം കിട്ടിയപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടത്തുകയാണ്. എന്നെ കൊതിച്ച് രാമനെ ചതിക്കുകയാണോ? മറ്റൊരു മനുഷ്യരിൽ എൻ്റെ മനസ്സ് ചെന്നാൽ ഞാൻ കഴുത്തറുത്ത് മരിക്കും. അതിധാർമ്മികനായ ലക്ഷ്മണൻ ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കി സങ്കടം പറഞ്ഞു. ജലത്തിലും ഭൂമിയിലും അന്തരീക്ഷത്തിലുമുള്ള ജീവജാലങ്ങളെ, ശക്തികളെ, നിങ്ങളെല്ലാവരും സാക്ഷി. സീത ചീത്തവാക്കുകൾ പറയുന്നു. ഉപദേശം മാനിക്കാതെ സീത പിന്നെയും കോപിച്ചു. കൊള്ളിവാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ലക്ഷ്മണൻ ഗൃഹത്തിനു ചുറ്റും ഒരു വൃത്തം വരച്ചിട്ട് പുറത്തേക്കിറങ്ങി. ആ വര കടന്ന് ആരും അകത്തേക്ക് കയറില്ല. സാക്ഷാൽ വിഷ്ണുവായ രഘുനാഥൻ്റെ പത്നി സീത ഏകയായിരിക്കുന്നു. ദേവതകളെ, ദേവിയെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. റാണി, എന്നെ പോകാൻ അനുവദിക്കണം. ഈ ദുർവാക്കുകൾ ഇനി പറയരുത്. സീത കണ്ണീരൊഴുക്കിക്കൊണ്ട് തലയിൽ തല്ലിക്കൊണ്ടിരുന്നു. ജ്യേഷ്ഠത്തിയെ നമസ്കരിച്ചുകൊണ്ട് ലക്ഷ്മണൻ പുറപ്പെട്ടു. രാവണൻ മരത്തിൻ്റെ മറവിൽ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. രാവണൻ്റെ അഭിലാഷം സാധിക്കുകയാണ്. തപസ്വിയുടെ വേഷമെടുത്തു, കയ്യിൽ ഭിക്ഷാപാത്രവുമെടുത്ത് കാവ്യവസ്ത്രവും അണിഞ്ഞ് തോളിൽ ഓലക്കുടയും വെച്ച് പർണശാലയുടെ മുമ്പിലെത്തി. സീത പരമസുന്ദരി. രാവണൻ്റെ മനസ്സിൽ കാമം ഉണർന്നു. രാവണൻ സീതയുടെ അടുത്തെത്തി. എന്നിട്ട് ഭിക്ഷയാണ് ചോദിക്കുന്നത്. അതിനുശേഷം ചോദിച്ചു, ദേവി ആരുടെ മകളാണ്? ആരുടെ പത്നിയാണ്? എന്തിനാണ് ഈ കാട്ടിൽ കഴിയുന്നത്? ദുഷ്ടമൃഗങ്ങളും അസുരന്മാരും നിറഞ്ഞ ഈ ദണ്ഡകവനത്തിൽ സുന്ദരിയായ ദേവി എങ്ങനെ ധൈര്യപ്പെട്ട് താമസിക്കുന്നു? അമൃതബിന്ദുക്കൾ പൊഴിയുന്നത് പോലെ മധുരമായ വാക്കുകൾ മൊഴിഞ്ഞു. സീത മഹർഷി രൂപം പൂണ്ട ആ രാവണനോട് പറഞ്ഞു, ജനകനന്ദിനിയാണ് ഞാൻ. എൻ്റെ പേര് സീത, ദശരഥൻ്റെ പുത്രവധു, രാമൻ്റെ പത്നി. ഇരിക്കൂ ബ്രാഹ്മണ, ലക്ഷ്മണൻ കൊണ്ടുവന്ന പഴങ്ങളുണ്ട്, ഭക്ഷിച്ചാലും. രാമന്
അതിഥികളിൽ ഭക്തി വളരെ കൂടുതലുണ്ട്. അങ്ങയെ കണ്ടാൽ വളരെ സന്തോഷമാകും. ബ്രാഹ്മണനോട് തൻ്റെ ആതിഥ്യം സ്വീകരിക്കാനായി സീത അപേക്ഷിച്ചു. പക്ഷേ രാവണൻ സീതയോട് ഭിക്ഷ ചോദിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ പോകണമെന്നും ഒരുപാട് നേരമായി ആശ്രമത്തിൽ നിന്നും വന്നതെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭിക്ഷ തരാനും പറഞ്ഞു. സീത പറഞ്ഞു, പ്രഭു വരാതെ ഞാൻ പുറത്തിറങ്ങുകയില്ല. പ്രഭുവിൻ്റെ ആജ്ഞ ഞാൻ ഒരിക്കലും ധിക്കരിക്കുകയില്ല. ഉടൻ തന്നെ താപസി പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാം. ഇത് കേട്ടപ്പോൾ ദേവിക്ക് വലിയ വിഷമമായി. അതിഥി ഒന്നും സ്വീകരിക്കാതെ വെറുതെ മടങ്ങുകയോ? ധർമ്മവും കർമ്മവും നഷ്ടപ്പെടും. പ്രഭു എന്തു പറയുമോ ആവോ? വിധിയുടെ നിശ്ചയം ഒരിക്കലും വിഫലമാവുകയില്ല. വിധി എഴുതിയതുപോലെ തന്നെ നടക്കും. പഴങ്ങൾ എടുത്തുകൊണ്ട് സീത പുറത്തു വന്നു. ലക്ഷ്മണൻ വരച്ച ആ രേഖ കടന്നു. പാപിയായ ദുഷ്ടരാവണൻ സീതയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. സീത പൊട്ടിത്തെറിച്ചു. എന്തൊരു മര്യാദകേടാണിത്! ദുരാചാര ദുഷ്ടപാപ ചിന്തയോടുകൂടി എൻ്റെ കൈകൾ പിടിച്ചതെന്തിന്? ദൂരെ പോകൂ. നീ വംശത്തോടെ നശിച്ചു പോകും ഞാൻ നിമിത്തം. ഉടൻ തന്നെ ആ ബ്രാഹ്മണരൂപിയായ രാവണൻ പറഞ്ഞു, സീതേ, ഞാൻ ആരാണെന്ന് പറയാം. രാക്ഷസാധിപനായ ലങ്കേശ്വരനായ രാവണനാണ്. 20 കൈകളും 20 കണ്ണും 10 തലയുമുള്ള ഞാൻ തപസ്വിയായി വേഷം മാറി വന്നതാണ്. ജയിക്കുന്ന ലോകത്തിൽ ദുർലഭമായ ലങ്കാപുരം കാണാം. നിങ്ങളുടെ രൂപം കണ്ട് ഞാൻ ഭ്രമിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ വനത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? എൻ്റെ കൂടെ വരൂ, ഞാൻ പട്ടമഹർഷിയാക്കാം. എൻ്റെ മറ്റ് ഭാര്യമാരെല്ലാം നിനക്ക് ദാസിയായിത്തീരും. ഇതുകേട്ട് കോപത്തോടെ സീതാദേവി വാക്കുകൾ കൊണ്ട് തടഞ്ഞു. രാമൻ നിന്നെ വംശത്തോടെ സംഹരിക്കും. ശ്രീരാമൻ സിംഹവും നീ കുറുക്കനുമാണ്. എങ്ങനെ നിനക്ക് അവിടുത്തെ ദുഷിക്കാൻ ധൈര്യമുണ്ടായി? സാക്ഷാൽ വിഷ്ണുവാണ് രാമൻ. നീ നിശാചരൻ. രാമനും നീയും തമ്മിൽ വളരെ അന്തരമുണ്ട്. രാമനോ ലക്ഷ്മണനോ ഉണ്ടായിരുന്നുവെങ്കിൽ നീ എങ്ങനെ ഈ അധർമ്മകർമ്മം ചെയ്തേനെ? ഏകാകിനിയായി വനമധ്യത്തിൽ കഴിയുന്ന എന്നെ അപഹരിക്കാൻ ദുഷ്ടനായ നിനക്ക് ലജ്ജയില്ലല്ലോ. ദേവി വികാരപരവശയായി പല്ലിറുമ്മി കാറ്റിൽപ്പെട്ട വാഴ പോലെ വിറച്ചു. രാവണൻ ചോദിച്ചു, എന്നു ഗുണം കണ്ടാണ് രാമനിൽ നീ മയങ്ങിയിരിക്കുന്നത്? മരവുരിയുടുത്ത് വനം തോറും അലയുന്ന അവൻ എങ്ങനെ നിന്നെ പരിപാലിക്കും? ഇത് കേട്ടപ്പോൾ സീതാദേവിക്ക് ജീവൻ പോയതുപോലെ തോന്നി. മഹാപാപി രാവണ, നീ ഞാൻ നിമിത്തം കുലത്തോടെ മുടിയും. ദൈവഗതി ഒരിടത്തും വഴിമാറുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ജനകപുത്രി രാമപത്നി, ദശരഥൻ്റെ പുത്രവധു, സ്വയം ലക്ഷ്മി ദേവിയുടെ അവതാരം. ആ ദേവിയെ രാക്ഷസൻ അപഹരിച്ചു. എന്തൊരത്ഭുതം! വിധിയുടെ വിളയാട്ടം. ഹരേ കൃഷ്ണ. സീതാദേവി ഭയന്നു വിറച്ചു. പ്രഭു രാമചന്ദ്രൻ എവിടെ? സിംഹതുല്യനായ എൻ്റെ അനുജൻ ലക്ഷ്മണൻ എവിടെ? അനുജ, നീ പറഞ്ഞത് സത്യമായി. അനുജ, നീ എവിടെ? വേഗം വരൂ, എന്നെ രക്ഷിക്കൂ. സീതാദേവി അതീവ ദുഃഖിതയായി അലമുറയിട്ട് കരഞ്ഞു. ഈ സമയത്ത് ആര് സംരക്ഷിക്കാൻ? രാവണൻ സീതാദേവിയെയും കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. മേഘത്തിന് മുകളിൽ മിന്നൽ കൊടി പോലെ മറഞ്ഞു. സീത കരഞ്ഞു പറഞ്ഞു, ദേവതകളെ, സീതയെ രാവണൻ അപഹരിച്ചു എന്ന് പ്രഭു രാമനോട് പറയണമേ. വിധിയുടെ വിളയാട്ടം എങ്ങനെ ഞാൻ സഹിക്കും? വനത്തിലുള്ള സ്വജ്ജനങ്ങളായ ലതകളോടും സീത പറഞ്ഞു, ശ്രീരാമനോട് പറയണേ, അങ്ങയുടെ സീത അപഹരിക്കപ്പെട്ടു. രാവണൻ മധുരവചനങ്ങൾ കൊണ്ട് ദേവിയെ സ്വാന്തനപ്പെടുത്താൻ നോക്കിയപ്പോൾ ദേവി കൂടുതൽ ശോകത്തോടെ വിലപിച്ചു. ദുഷ്ടനായ രാവണ, നീ എന്നറിഞ്ഞെങ്കിൽ ഞാൻ പുറത്തു വരുമായിരുന്നു. ഞാൻ ലക്ഷ്മണനെ പോകാൻ അനുവദിച്ചല്ലോ. ലക്ഷ്മണൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ഈ വിധം പറഞ്ഞ് വീണ്ടും വീണ്ടും വിലപിച്ചുകൊണ്ടേയിരുന്നു. രാവണൻ വീണ്ടും പറഞ്ഞു, സീതേ,
വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട. ഇപ്രകാരം ഒരു രത്നം കിട്ടിയാൽ ആരെങ്കിലും വെറുതെ കളയുമോ? ഉടനെ സീത, ദുഷ്ടനിശാചര, നീ അല്പായുസായി യമുപുരിയിലെത്തും. സീതയുടെ വാക്കുകേട്ട് കോപിച്ച രാവണൻ കൂടുതൽ വേഗത്തിൽ തേരോടിച്ചു. ഹരേ കൃഷ്ണ. എല്ലാം വിധിയുടെ വിളയാട്ടം. മനുഷ്യരൂപത്തിൽ നാരായണൻ ഭൂമിയിൽ അവതരിച്ചത് രാക്ഷസ നിഗ്രഹത്തിനാണ്. അത് നടന്നേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞ 2 കഥകളും എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. അതുപോലെ ഇന്നലെ ഞാൻ ജരാസന്ധവധം ഇട്ടിരുന്നു. എല്ലാവരും അത് കേൾക്കണം. ഭഗവാൻ നാരായണൻ എന്തുകൊണ്ടാണ് ജരാസന്ധനെ വധിക്കാതിരുന്നത് എന്നുള്ള കാര്യം വിശദമായി അതിൽ പറയുന്നുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ആ കഥ പറഞ്ഞത്. എല്ലാവരും ഈ 3 വീഡിയോയും കണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോകളും കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹരേ കൃഷ്ണ.